ഇതൊരു ആത്മീയ രഹസ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനം ദൈവത്തെ വിളിക്കുന്ന പേരാണ് യാഹ്വേ നിസി. അത് ദൈവം എപ്പോഴും അവരേക്കരെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം കഴിയുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ അവസാനം ഈ മോശയുടെ രണ്ട് കരങ്ങളും അഹറോനും ഹൂറും ഉയർത്തിപ്പിടിക്കുക. കാരണം ഈ കരത്തിനൊരു അഭിഷേകമുണ്ട്. ഈ വിശുദ്ധനായ മോശയുടെ കരത്തിനൊരു അഭിഷേകമുണ്ട്. ഈ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ ശത്രുക്കളെ കീഴടക്കാൻ കഴിയും. ഈ കരത്തിന് മോശയുടെ കരം ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പ്രതിസന്ധികളിൽ കരമുയർത്തുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയും ആ വ്യക്തിയുടെ വിശുദ്ധിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ യാഹ്വേ നിസി, ദൈവം സർവശക്തനാണ്, ദൈവത്തെങ്കിലേക്ക് കരമുയർത്തും. എപ്പോഴും മനുഷ്യൻ്റെ നിസ്സഹായതയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും നിസ്സഹായതയായിട്ട് മാറുമ്പോൾ അവനെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അനേക പ്രതിസന്ധികളുണ്ട്. അപ്പോഴാണ് ഈ കരങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. ബൈബിളിൽ ഈ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിന് മോശ ജോഷുവയെ യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞതിന് ശേഷം ഈ മലയുടെ മുകളിലേക്ക് കയറി അഹ്റോനും ഹൂറും ഇരുവശങ്ങളുമായിട്ട് നിൽക്കുക. മോശ കരങ്ങൾ ഉയർത്തുമ്പോൾ ഒരു പ്രത്യേകതയാണ്, കാണുന്ന ഒരു കാര്യമാണ്. കരം ഉയർത്തുമ്പോൾ എപ്പോഴൊക്കെ മോശയുടെ കരം ഉയർത്തി പിടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ ജയിക്കും. എപ്പോഴൊക്കെ വേദന കൊണ്ട്, ഒരുപക്ഷെ ക്ഷീണം കൊണ്ടായിരിക്കാം കരം താഴ്ത്തുന്നു, കാണുന്ന കാര്യം ഈ അമലേക്കര് ജയിക്കാൻ തുടങ്ങും, ഇസ്രായേൽക്കാർ പരാജയപ്പെടുന്നു. അപ്പോൾ കൂടുതൽ നിൽക്കുന്നവർക്ക് മനസ്സിലായി മോശയുടെ കരത്തിനൊരു ശക്തിയുണ്ട്. ഉയർത്തുന്ന കരത്തിന് ശക്തിയുണ്ട്. അത് ഇസ്രായേലിൻ്റെ വിജയമാണ്. താണുപോകുന്ന കരം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പരാജയമാണ്. ഇതൊരു ആത്മീയ രഹസ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനം ദൈവത്തെ വിളിക്കുന്ന പേരാണ് യാഹ്വേ നിസി. അത് ദൈവം എപ്പോഴും അവരേക്കരെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം കഴിയുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ അവസാനം ഈ മോശയുടെ രണ്ട് കരങ്ങളും അഹറോനും ഹൂറും ഉയർത്തിപ്പിടിക്കുക. കാരണം ഈ കരത്തിനൊരു അഭിഷേകമുണ്ട്. ഈ വിശുദ്ധനായ മോശയുടെ കരത്തിനൊരു അഭിഷേകമുണ്ട്. ഈ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ ശത്രുക്കളെ കീഴടക്കാൻ കഴിയും. ഈ കരത്തിന് മോശയുടെ കരം ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പ്രതിസന്ധികളിൽ കരമുയർത്തുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയും ആ വ്യക്തിയുടെ വിശുദ്ധിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു നിൽക്കുന്ന വഴി ദൈവം തുറന്നു തരും. നിങ്ങൾക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇന്ന് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത അനേക പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അനേക പ്രയാസങ്ങളുണ്ട്. അപ്പോഴും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അത്രമാത്രം നിസ്സഹായനായിട്ട് മനുഷ്യന് മാറുന്ന സമയത്താണ് ദൈവം ഇടപെടുന്നത്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തുമ്പോൾ തൻ്റെ നിസ്സാരതയും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ദൈവിക ശക്തിയൊക്കെ വെളിപ്പെടുകയാണ്. ഒരു വ്യക്തി കരമുയർത്തുമ്പോൾ താൻ നിസ്സഹായനാണ്, ദൈവം ശക്തനാണെന്നുള്ള വെളിപ്പെടുത്തലാണ്. മോശ വെളിപ്പെടുത്തൽ താനൊന്നുമല്ല, ദൈവം ശക്തനാണെന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ നേരെയുള്ള കരം ദൈവത്തിൻ്റെ നേരെയാണ്. ഈ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക ദൈവത്തിൻ്റെ നേരെയുള്ള നീട്ടലാണ്. ഈ താഴേക്കെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നേരെയുള്ളതാണ്. ഈ ഭൂമിക്ക് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മുഴുവനായിട്ട് പരിഹരിക്കാൻ പറ്റിയാൽ, എന്നാൽ നമ്മളെ താങ്ങി നിർത്തുന്ന ദൈവം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഫിലിപ്പിയർ ലേഖനം 4:13 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയും. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നീ താഴ്മയോടെ നിൽക്കണം, അവിടുത്തെ തക്ക സമയത്ത് തന്നെ ഉയർത്തിക്കൊള്ളും. നമ്മളിങ്ങനെ എളുപ്പപ്പെട്ട് ദൈവത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ കരം പിടിക്കുന്നു, ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ള പണത്തിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. എല്ലാവരുടെയും ഒരു ചിന്തയാണ് ഒരുപക്ഷെ പണം കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വിദേശത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. മനുഷ്യൻ്റെ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിലുപരിയായിട്ട് ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് പ്രതിസന്ധികൾ അയക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ വേണ്ടിയാണ്. എല്ലാ ജീവിതങ്ങൾക്കും പ്രതിസന്ധികളുണ്ട്, എല്ലാ ജീവിതങ്ങൾക്കും വേദനകളുണ്ട്, എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, എല്ലാവർക്കും സഹനങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയുക വലിയൊരു കൃപയാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയുക. യുദ്ധം കഴിയുമ്പോൾ യോശുവയോട് മോശ പറയുന്നുണ്ട്,
ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം, എല്ലാ കാലത്തും സൂക്ഷിക്കണം. കരമുയർത്തിയപ്പോൾ, മോശയുടെ കരമുയർത്തിയപ്പോൾ ദൈവം വിജയം നൽകി. ഇത് ജോഷുവായെ കർത്താവ് പഠിപ്പിക്കുന്നതാണ്. ഈ മോശയുടെ കരത്തിൻ്റെ ശക്തി എന്താണെന്ന്, മോശ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി എന്താണെന്ന് ജോഷുവ അറിയുകയാണ്. പിന്നീട് ജോഷുവയുടെ ജീവിതത്തിൽ മോശയ്ക്ക് ശേഷം ദൈവം ജോഷുവയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ദൈവത്തെങ്കിലേക്ക് കരങ്ങൾ ഉയർത്താനായിട്ട് ജോഷുവയെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ആത്മീയ ചൈതന്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്തും കേൾക്കാതെ പ്രാർത്ഥനകൾ പോവുകയില്ല. ദൈവത്തെങ്കിലേക്ക് ഒരു കാലത്തും നിലവിളികൾ പോകാതിരിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്കുള്ള നിലവിളികൾക്ക് ഉത്തരം നൽകാൻ നമ്മുടെ അപേക്ഷകൾ ദൈവം കേൾക്കാതിരിക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 12:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും. അതുകൊണ്ട് ഇന്ന് യാഹ്വേ നിസി, ഈ പ്രതിസന്ധികളിൽ യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഏട്ടപ്പെടുന്ന ദൈവത്തെ തിരിച്ചറിയുന്നവനായിട്ട് മാറുക. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ആ ഒരു ബോധ്യം നമ്മളെ നയിക്കട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മുടെ കരങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. നമ്മുടെ ഉയർത്തപ്പെടുന്ന കരങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, ശക്തി നൽകുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.